അപ്പോൾ കൊച്ചി നഗരത്തിന്റെ പലയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. നേരത്തെ പറഞ്ഞായിരുന്നു. തമ്മനം പമ്പ് ഹൗസിലെ ടാങ്ക് തകർന്നതിനെ തുടർന്നാണ് വേനലായപ്പോഴേക്കും കുടിവെള്ള പ്രശ്നം രൂക്ഷമായത്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചേംബറിൽ നിന്ന് യോഗം ചേരുകയാണ്. ലിഡിയ ജേക്കബ് പൂണിത്തുറയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ നവംബർ 10-നാണ് തമ്മനത്തെ 1.35 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് തകരുന്നത്. ടാങ്ക് തകർന്നതിനെ തുടർന്ന് വലിയ കുടിവെള്ള പ്രശ്നം ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വടുതല, പച്ചാളം, പൂണിത്തുറ, അതുപോലെ തന്നെ മരട് പ്രദേശങ്ങളിലൊക്കെ വലിയ കുടിവെള്ള പ്രശ്നം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. തുടർന്ന് താൽക്കാലിക പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും പല സ്ഥലങ്ങളിലും ടാങ്കറിലൊക്കെ വെള്ളം അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വേനലായപ്പോഴേക്കും വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം എറണാകുളം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ രൂക്ഷമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പൂണിത്തുറ, വടുതല, പച്ചാളം തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. വെള്ളമില്ല, 5-6 മാസമായി ഞങ്ങൾക്ക്. എത്ര ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത്? ഇല്ല, വെള്ളമില്ല. 2 ദിവസം ഒരു ദിവസമൊക്കെ വെള്ളം വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ അതുമില്ല. ചേട്ടാ, എപ്പോഴത്തൊട്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള രീതിയിൽ പ്രശ്നം ഇങ്ങനെ വഷളായി തുടങ്ങിയത്? ഇവിടെ കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ നവംബറോടുകൂടി തമ്മനത്ത് ടാങ്ക് തകർന്നതോടുകൂടി ഒട്ടും വെള്ളം കിട്ടാത്ത രീതിയിലേക്കായി, കൂടുതൽ രൂക്ഷമായി. ടാങ്ക് അടിയന്തരമായിട്ട് നന്നാക്കേണ്ടതാണ്. ശരിക്കൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ആ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതാണ്. ഈ പൂണിത്തുറയിൽ ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ ഇത്തരം വെള്ളം, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇലക്ഷൻ്റെ സമയത്ത് കുറച്ചൊക്കെ വെള്ളം വരും, കുറച്ച് വന്നായിരുന്നു. പക്ഷെ ഇപ്പം അതും ഇല്ലാണ്ടേ, ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് അതും ഇല്ലാണ്ടേ. ഈ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്നിടുന്നതല്ലോ വല്ലപ്പോഴും. അതിന് മുമ്പേ തുടങ്ങിയതാ വെള്ളം ഇല്ലാണ്ടായത്. ഏപ്രിലേക്ക് വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് ഈ ഒരു കുടിവെള്ള പ്രശ്നം പോകും, വലിയ ദുരിതത്തിലേക്ക് പോകും എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.